എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് PSC മുൻ വർഷങ്ങളിൽ നടത്തിയ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, BCl3. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, X ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, XY2. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജോൺ ഡാൾട്ടൺ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അലുമിനിയം. അടുത്ത ക്വസ്റ്റ്യൻ, വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം? ഓപ്ഷൻ വരുന്നത് ബി ആണ്, Na2CO3 10H2O. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, അക്വാ റീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, HCl HNO3. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹെൻറി കാവൻഡിഷ്. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സൾഫർ ഡൈ ഓക്സൈഡ്. അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു? ആൻസർ വരുന്നത് കാർമോസിൻ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 7. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റുദർഫോർഡ്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇൽമനൈറ്റ്. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ, ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, NH3. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതലുള്ള മൂലകം? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നൈട്രജൻ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഐസോബാറുകൾ. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക? ഓപ്ഷൻ സി ആണ് ശരി, 2ഉം 3ഉം ശരിയാണ്. അതായത് വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. ഇത് രണ്ടും ശരിയാണ്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്?
ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ആ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ലായകത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. അതായത് ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസസ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. ഇത് 3 ശരിയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. O2, O3 ആൻഡ് O4. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. ആ ഓപ്ഷൻ തെറ്റാണ്. മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ഇത് 3 ശരിയാണ്. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ. ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അലുമിനിയം. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം. അതായത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇത് രണ്ടും ശരിയാണ്. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ എ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്.